കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പറഞ്ഞത് ഇന്ത്യ ഫ്രാൻസ് സൗഹൃദത്തിന് ഇനി ബൗണ്ടറീസ് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഏറ്റവും സമുദ്രത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലേക്കും മൗണ്ടെയ്ൻസിന്റെ ഏറ്റവും ഉയരങ്ങളിലേക്കും അതിന് പോകാൻ സാധിക്കും. ഒരു ബൗണ്ടറിയും ഇല്ലാത്ത സൗഹൃദമായിട്ട് ഇന്ത്യ ഫ്രാൻസ് സൗഹൃദം മാറുകയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയായിട്ട് ഫ്രാൻസ് മാറിയിരിക്കുകയാണ്. ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത്, ഞങ്ങൾ ടെക്നോളജി ട്രാൻസ്ഫറിൽ വിശ്വസിക്കുന്നുണ്ട്. 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ എഞ്ചിൻ, റാഫേൽ യുദ്ധവിമാനം, മുങ്ങിക്കപ്പലുകളുമായി ബന്ധപ്പെട്ട ടെക്നോളജി, അങ്ങനെ അതിസങ്കീർണമായ സാങ്കേതിക വിദ്യ ഇന്ത്യയുമായി കൈമാറുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നാണ് ഇപ്പോൾ ഫ്രാൻസ് പറയുന്നത്. എന്ന് വെച്ചാൽ അത്രമാത്രം വിശ്വാസം ഇന്ത്യക്കും ഫ്രാൻസിനും ഇടയിൽ ഉണ്ടായിക്കഴിഞ്ഞു. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാലം നമ്മൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളുടെ പേര് പറയുമ്പോൾ റാങ്ക് ചെയ്യുവാണെങ്കിൽ ഒന്നാമത് ഒന്നുകിൽ റഷ്യ അല്ലെങ്കിൽ ഇസ്രായേൽ, ഈ ഒരു പൊസിഷനാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. ഇന്നു മുതൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാഷ്ട്രമായിട്ട് ഇസ്രായേലിനെയും റഷ്യയും പോലും പിന്നിലാക്കിക്കൊണ്ട് 1ാം സ്ഥാനത്ത് ഫ്രാൻസ് എത്തുകയാണ്. ഏതാനും ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ കുറച്ച് വർഷങ്ങൾ കൊണ്ടോ ഉണ്ടായ വിശ്വാസവും സൗഹൃദവും അല്ല ഇത്. നമ്മുടെ ഇന്ത്യക്കുള്ളിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെടാതെ പോയ, അല്ലെങ്കിൽ വലിയ PR വർക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയ സൗഹൃദമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സൗഹൃദം. ഇത് റഷ്യയുമായും ഇസ്രയേലുമായും ഇന്ത്യക്കുള്ള സൗഹൃദത്തെക്കാൾ മികച്ചതും കൂടുതൽ നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു സൗഹൃദമാണ് എന്ന് പറയേണ്ടി വരും ഈ ഘട്ടത്തിൽ. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വൈകാരികമായിട്ടല്ല, വിവേകത്തോടെയാണ് നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ആദ്യം നമുക്ക് ഫ്രാൻസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നതിന് മുന്നേ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് പരിശോധിക്കാം. റഷ്യ ഒരു UN സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനന്റ് മെമ്പറാണ്. റഷ്യക്ക് വീറ്റോ പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പലപ്പോഴും റഷ്യ വീറ്റോ പവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കെതിരായ കാര്യങ്ങൾ സെക്യൂരിറ്റി കൗൺസിലിൽ തീരുമാനിക്കുന്ന സന്ദർഭങ്ങളിൽ റഷ്യ അതിനെ തടഞ്ഞിട്ടുണ്ട്. റഷ്യയുടെ വീറ്റോ പവർ പല ഘട്ടങ്ങളിലും ഇന്ത്യക്ക് കൂടി അനുഗ്രഹമായിരുന്നു. അത് ഇന്ത്യയുടെ കൂടി വീറ്റോ പവറായിട്ട് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ റഷ്യ സൗഹൃദത്തിൽ ആയുധ കച്ചവടത്തോടൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടെയോ നമ്മൾ കാണേണ്ട ഒന്നാണ് UN സെക്യൂരിറ്റി കൗൺസിലുള്ള റഷ്യയുടെ വീറ്റോ പവർ. അത് ഇന്ത്യക്ക് എല്ലാ കാലവും ഒരു സുരക്ഷിത കവചം തന്നെയായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, റഷ്യ ഒരു സൈനിക ശക്തിയാണ്. അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ശക്തിയാണ് റഷ്യ. ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഇന്ത്യയുടെ പ്രതിരോധ ശക്തി ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തുന്നതിൽ റഷ്യ വഹിച്ച പങ്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ഇനി ഒരു കാലത്തും നമ്മളത് മറക്കുകയുമില്ല. ഇനിയുള്ള കാലങ്ങളിലും റഷ്യ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയായിരിക്കും. ഇതിലൊന്നും മാറ്റം വരാൻ പോകുന്നില്ല. പക്ഷേ റഷ്യക്കും ഇസ്രായേലിനും മുകളിൽ ഫ്രാൻസ് ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായി മാറുന്നതിന്റെ കാരണങ്ങൾ മറ്റു ചിലതാണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഇസ്രായേലിന്റെ കാര്യം കൂടി പറയാം. ഇസ്രായേലും ഇന്ത്യയും തമ്മിലും വളരെ അടുത്ത സൗഹൃദമുണ്ട്. കാർഗിൽ യുദ്ധ സമയത്ത് ഉൾപ്പെടെ ഇന്ത്യക്ക് ഇസ്രായേലിന്റെ സഹായം കിട്ടിയിട്ടുണ്ട്. പല ക്രിട്ടിക്കൽ സന്ദർഭങ്ങളിലും അത് മൊസാദിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഇന്ത്യക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യയെ വളരെ ശക്തമായിട്ട് സഹായിച്ചിട്ടുള്ള ഒരു ചരിത്രമാണ് ഇസ്രായേലിനുള്ളത്. ഇസ്രായേൽ ഇന്ത്യയുടെ അത്ര എല്ലാ അർത്ഥത്തിലും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമല്ല, പക്ഷെ പല മേഖലകളിലും ഇന്ത്യയെക്കാൾ മുന്നിലാണ്. ചില വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലൊക്കെ ഇസ്രായേൽ മുന്നിലാണ്. നമ്മൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിനേക്കാൾ വളരെ പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ, എക്കണോമിക്കലി ആണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ സൈനികമായിട്ടാണെങ്കിലും. പക്ഷേ സ്പെസിഫിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രോൺ സാങ്കേതിക വിദ്യ ചില മേഖലകളിൽ ഇസ്രായേൽ ഇന്ത്യയെക്കാൾ മുന്നിലാണ്. ഇപ്പൊ ബെരാക്ക് 8 പോലെയുള്ള മിസൈലുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ ഒരുപടി മുന്നിലാണ്. ചില അതിനൂതനമായ റഡാറുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ മുന്നിലാണ്. അങ്ങനെ ചില സ്പെഷ്യൽ മേഖലകളിൽ ഇസ്രായേൽ ഇന്ത്യയെക്കാൾ മുന്നിലാണ്. ആ മേഖലകളിൽ നമ്മൾ ഇസ്രായേലുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ബെനിഫിറ്റ് ഒക്കെ ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ്, അമേരിക്കയുടെ സാമന്ത രാഷ്ട്രമാണ് എന്ന യാഥാർത്ഥ്യമാണ് ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്. 2, റഷ്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റഷ്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദം, അത് റഷ്യയും ചൈനയും തമ്മിലുള്ള ഒരു സൗഹൃദം എന്നതിലുപരി ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട്. റഷ്യക്ക് വേറെ വഴിയില്ല, ചൈനയെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ എന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒരുപക്ഷെ അമേരിക്കയും പാശ്ചാത്യ ലോകങ്ങളും റഷ്യ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതാണ്. കാരണം ഈ റഷ്യയുടെ മേൽ ആവശ്യമില്ലാത്ത ഭയം കാരണം ഉപരോധങ്ങൾ ചുമത്തിയും റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചും ചൈനയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുപ്പിച്ചത് സത്യത്തിൽ അമേരിക്കയും പാശ്ചാത്യ ലോകവും തന്നെയാണ്.
ഇന്ന് യൂറോപ്പ് അത് തിരിച്ചറിയുന്നുണ്ട്, അമേരിക്ക ഇപ്പോഴും അത് മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് അതുകൊണ്ട് തന്നെ ഓവർ ഡിപ്പെൻഡഡ് ആണ് റഷ്യ ചൈനയുടെ മേൽ. ചൈനയാണെങ്കിൽ ഇന്ന് ഇന്ത്യയെക്കാൾ കുറച്ചും കൂടെ ഒരു ബെറ്റർ പൊസിഷനിലാണ്. അതിന്റെ കാരണം അവരുടെ ഒരു എക്കണോമിക് സ്ട്രെങ്ത് ആണ്. ഒരു $20 ട്രില്യൺ GDP ഉള്ള രാജ്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പവർഫുൾ രാജ്യമാണ്. അതിലുപരിയായിട്ട് പർച്ചേസ് പവർ പാരിറ്റി, വാങ്ങൽ ശേഷിയിൽ അമേരിക്കയെ മറികടന്നു കഴിഞ്ഞു ചൈന. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈന ഒരു മേജർ പവറായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒരിക്കലും ചൈന ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ത്യക്ക് റഷ്യക്ക് ഓഫർ ചെയ്യാൻ പറ്റില്ല. ചൈന ഒരു മാനുഫാക്ചറിങ് പവർ ആയതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ റഷ്യയെ ഒറ്റപ്പെടുത്തിയാലും റഷ്യക്ക് ചൈനയുമായിട്ട് മാത്രമുള്ള സൗഹൃദം കൊണ്ട് അനായാസം സർവൈവ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഇപ്പോൾ റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും റഷ്യക്ക് ചൈനയെ പിണക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യ ബന്ധത്തിനിടയിൽ എപ്പോഴും റഷ്യയുടെ ഒരു ദുർബലമായ പോയിന്റ് ആണ് ചൈന. ആ ഒരു പോയിന്റ് ഇന്ത്യ റഷ്യ ബന്ധത്തിനിടയിൽ എപ്പോഴും ഉണ്ട്. ഇന്ത്യ ഇസ്രയേൽ ബന്ധത്തിലെ ഇസ്രയേലിന്റെ ദുർബലമായ പോയിന്റ് ആണ് അമേരിക്ക. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തില് ഇന്ത്യക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ഇസ്രയേൽ, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉടക്ക് നടക്കുമ്പോൾ അമേരിക്കയ്ക്കെതിരായിട്ട് ഒരിക്കലും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യില്ല. അത് തന്നെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ഇസ്രയേലിന് സാമ്പത്തിക സഹായങ്ങൾ കൊടുത്തും ആയുധങ്ങൾ കൊടുത്തും സപ്പോർട്ട് കൊടുത്തും കൂടെയുള്ളത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ അമേരിക്കയുടെ മേൽ ഡിപ്പെൻഡഡ് ആണ്. ഇവിടെ റഷ്യ എക്കണോമിക്കലി ചൈനയുടെ മേൽ ഡിപ്പെൻഡഡ് ആണ്. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ ഫ്രാൻസിന്റെ കാര്യം വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നതാണ് ഇന്ത്യ ഫ്രാൻസ് റിലേഷനെ ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിൽ നിന്നും ഇന്ത്യ റഷ്യ ബന്ധത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇനി ഫ്രാൻസിന്റെ കാര്യത്തിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ റഷ്യക്കുള്ള ചില അഡ്വാൻറ്റേജസ് ഫ്രാൻസിനുണ്ട്. ഫ്രാൻസും ഒരു UN സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പറാണ്. റഷ്യ ഇന്ത്യയെ വീറ്റോ ഉപയോഗിച്ച് ഹെൽപ്പ് ചെയ്തതുപോലെ ഫ്യൂച്ചറിൽ ഇന്ത്യയെ സഹായിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ്. അതിലുപരിയായിട്ട് ഓൾറെഡി തന്നെ ഫ്രാൻസ് ഇന്ത്യക്ക് എതിരായിട്ട് UN പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് അനുകൂലമായിട്ട് കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായിട്ടെങ്കിലും നിലപാടെടുക്കുന്നുണ്ട്. ഇന്ത്യ ഫ്രാൻസ് ബന്ധം കൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു പുരോഗതി യൂറോപ്പിന് ഇന്ത്യയെക്കുറിച്ചുള്ള മനോഭാവം തന്നെ മാറി എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല. യൂറോപ്പ് എന്ന് പറയുന്നത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും സമ്പന്നമായ ലോകത്തെ ഒരു പ്രദേശമാണ്. ഏകദേശം 40-ലധികം കോടി സമ്പന്നരുള്ള ഒരു കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ ഉണ്ടായ സഹകരണം യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറിൽ വരെ എത്തി എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ ഇന്ത്യയെ സംശയദൃഷ്ടിയോടെ അല്ലെങ്കിൽ ഒരു മൂന്നാംകിട രാജ്യമായി മാത്രം കണ്ടിരുന്ന യൂറോപ്യൻ യൂണിയൻ ഇന്ന് ഇന്ത്യയെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങിയതും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തുടങ്ങിയതിലും ഒരു പങ്ക് നമ്മുടെ ഫ്രാൻസിനുണ്ട്. ഫ്രാൻസ് നിലവിൽ യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. പ്രത്യേകിച്ച് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയന്റെ പുറത്തു പോയി കഴിഞ്ഞു. നിലവിൽ യൂറോപ്യൻ യൂണിയനിൽ വീറ്റോ പവറുള്ള രാജ്യം ഫ്രാൻസ് ആണ്. അതിലുപരിയായിട്ട് സൈനികമായും സാമ്പത്തികമായും യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ശക്തമായ ഒരു ശക്തി ഫ്രാൻസ് ആണ്. ഫ്രാൻസിനേക്കാൾ എക്കണോമിക്കലി സ്ട്രോങ് ആയിട്ട് യൂറോപ്യൻ യൂണിയനിൽ ജർമ്മനി മാത്രമേ ഉള്ളൂ. പക്ഷെ ജർമ്മനി ഫ്രാൻസിന്റെ അത്ര സൈനികമായ ശക്തിയല്ല. ഫ്രാൻസ് നിലവിലെ യൂറോപ്പിലെ പവർഫുൾ രാജ്യമായതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയനും ഫ്രാൻസിന്റെ കൂടെയാണെന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. നമുക്ക് യൂറോപ്പ് ഡെവലപ്ഡ് റീജിയൻ ആയതുകൊണ്ട് യൂറോപ്പിന്റെ വിപണിയും നമുക്ക് കിട്ടും, ടെക്നോളജി പങ്കുവയ്ക്കാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. 10-27 രാജ്യങ്ങളുടെ സപ്പോർട്ട് കൂടിയാണ് ഫ്രാൻസുമായിട്ടുള്ള സൗഹൃദം കൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്. US പോലെ ഇന്ത്യയുടെ ഇന്റേണൽ മാറ്റേഴ്സിൽ ഇടപെടുന്ന ഒരു ശക്തിയല്ല ഫ്രാൻസ്. അല്ലെങ്കിൽ റഷ്യയെ പോലെ സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ശക്തിയുമല്ല. റഷ്യ പലപ്പോഴും സമ്മർദ്ദങ്ങൾ ഇന്ത്യയുടെ മേൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് അമേരിക്ക സമ്മർദ്ദത്തിൽ ഉപരിയായിട്ട് നമ്മുടെ ഇന്റേണൽ ഇഷ്യൂസിൽ വരെ കയറി ഇടപെടും. പക്ഷെ ഫ്രാൻസ് അങ്ങനെയല്ല. ഫ്രാൻസ് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തെ ശരിക്കും പറഞ്ഞാൽ അൺകണ്ടീഷണൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം. ഒരു കണ്ടീഷൻസും ഇല്ലാതെയാണ് ഇന്ത്യ ഫ്രാൻസ് റിലേഷൻ രൂപപ്പെടുന്നത്. മറിച്ച് ഇപ്പോ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദത്തിൽ പരിമിതമായ കണ്ടീഷൻസ് ഉണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദത്തിൽ വളരെ ഭീമമായ കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെ ഫ്രാൻസ് കമ്പാരിറ്റീവ്ലി അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുന്നത് പോലെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളത്. ഇന്ത്യയുടെ ഇന്റേണൽ മാറ്റേഴ്സിൽ ഇടപെടാറേ ഇല്ല. മാത്രമല്ല ഇന്ത്യയെ പബ്ലിക്കലി പഠിപ്പിക്കാൻ വരുന്ന സ്വഭാവം ഇല്ല, പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ഇഷ്യൂസിന്റെ കാര്യത്തിൽ. മാത്രമല്ല ഗ്ലോബൽ ഫോറംസിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ AI കാര്യം തന്നെ എടുക്കൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവിന് ഏറ്റവും വലിയ സപ്പോർട്ട് ഫ്രാൻസ് ആണ്. കഴിഞ്ഞ 2-3 പതിറ്റാണ്ട് കൊണ്ട് ഉണ്ടായ ഒരു ട്രസ്റ്റ് ആണ്. അതായത് ഇപ്പൊ ഇന്ത്യ നേരത്തെ ഒന്നും ഫ്രാൻസിന്റെ അടുത്തൊന്നും ഭയങ്കരമായിട്ട് ആയുധങ്ങൾ വാങ്ങിയിട്ടില്ല, റഷ്യയിൽ നിന്ന് വാങ്ങിയതുപോലെ. US പോലത്തെ ബന്ധമായിരുന്നില്ല. എന്നിട്ടും ഫ്രാൻസ് കഴിഞ്ഞ കുറെ കാലങ്ങളിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
സോ ആ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിലൂടെ ബിൽഡ് ചെയ്ത് വന്ന ഒരു ട്രസ്റ്റാണ് ഇന്ന് ഇന്ത്യക്കും ഫ്രാൻസിന്റെ ഇടയിലുള്ളത്. അമേരിക്കയും എന്തിന് റഷ്യയും പോലും സെൻസിറ്റീവ് ടെക്നോളജി ഇന്ത്യക്ക് ഷെയർ ചെയ്യാൻ മടിച്ചു. റഷ്യ ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്താണ്, പക്ഷെ പലപ്പോഴും നമ്മളെ അവരൊരു കറവ് പശുവായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം നമ്മുടെ അടുത്ത ആയുധങ്ങൾ വിറ്റ് പൈസ ഉണ്ടാക്കലാണ് റഷ്യയുടെ പ്രധാന താല്പര്യം. അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ ടെക്നോളജി ഒന്നും ഇന്ത്യക്ക് ഷെയർ ചെയ്തിട്ടില്ല. കുറച്ച് മടിയാണ്. ഇന്ത്യ സ്വന്തമായിട്ട് ആയുധങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ റഷ്യക്ക് ഒരു കസ്റ്റമറിനെ നഷ്ടമാകും. ഇവിടെ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവര് സെൻസിറ്റീവ് ടെക്നോളജി ഷെയർ ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ റഫേൽ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി, അവര് വെപ്പൺസ് നൽകുന്നതിനോടൊപ്പം തന്നെ ടെക്നോളജി ഷെയർ കൂടി അവർ ചെയ്യുന്നുണ്ട്. ഇസ്രായേലും റഷ്യയും ഒക്കെ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ടെക്നോളജി തരാൻ കുറച്ച് മടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫ്രാൻസ് കുറച്ചും കൂടി ഒരു ബെറ്റർ പാർട്ട്ണർ ആണെന്ന് പറയേണ്ടി വരും. ഫ്രാൻസും ചൈനയും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല. ഇനി അങ്ങോട്ടും വലിയ സൗഹൃദം ഉണ്ടാവാനൊന്നും പോകുന്നില്ല. സഹകരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരമുണ്ട്, നേതാക്കളെ മീറ്റ് ചെയ്യും, രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്യും, സഹകരണം ഉണ്ടാവും. പക്ഷേ സൗഹൃദം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. റഷ്യ ചൈനയുമായിട്ട് അടുത്ത സൗഹൃദം ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യ ചൈന വിഷയം ഉണ്ടാവുന്ന സമയത്ത് റഷ്യ വേണമെങ്കിൽ ഒന്ന് ഉൾവലിഞ്ഞേക്കാം. ഫ്രാൻസിന് പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. ഫ്രാൻസ് ഇന്ത്യയുടെ കൂടെ നിൽക്കും. ഇനി ഇസ്രയേലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ ഫോറിൻ പോളിസി കാര്യമായി തന്നെ അമേരിക്ക ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ട് ഒരു നിലപാട് ഇസ്രയേലിന് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ത്യയുമായിട്ട് ഇസ്രയേലിന് നല്ല ബന്ധമുണ്ടെങ്കിലും അമേരിക്ക ഫാക്ടർ അവിടെ വരുന്നത് കൊണ്ട് ഇസ്രയേലും പലപ്പോഴും പല വിഷയങ്ങളിൽ നിന്ന് ഉൾവലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇസ്രയേലിനും അവരുടെ നിലപാടുകളുടെ കൂടെ ഇന്ത്യ നിൽക്കണം എന്നുള്ളൊരു ശാഠ്യമുണ്ട്. ഇപ്പോൾ ഹമാസിനെ ഇന്ത്യ ഭീകരവാദ പ്രസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കണം, ഇന്ത്യ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഒരു പ്രഷർ, ഒരു നിർബന്ധ ബുദ്ധി ഇസ്രയേലും പലപ്പോഴും കാണിക്കാറുണ്ട്. നമ്മൾ സുഹൃത്തുക്കളല്ലേ, അപ്പൊ നിങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്യൂ. ഇപ്പൊ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഇസ്ലാമിക രാജ്യങ്ങളോട് പുലർത്തുന്ന മനോഭാവമല്ല ഇന്ത്യക്ക്. ഇന്ത്യ ഇസ്ലാമിനെ ഒരു ശത്രുവായിട്ട് കാണുന്നില്ല, മറിച്ച് ഇസ്ലാമിലെ തീവ്രവാദത്തെയാണ് ഇന്ത്യ എതിർക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളോട് ഇന്ത്യക്ക് എതിർപ്പില്ല. ഇന്ത്യയുടെ സുഹൃത്തുക്കളാണ്. ഇപ്പൊ UAE ഒക്കെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. പക്ഷേ ഇസ്രയേൽ കുറച്ചും കൂടി കർക്കശപരമായിട്ടാണ് ഇസ്ലാമിനോട് പെരുമാറുന്നത്. അങ്ങനെ കുറച്ച് ഡിഫറൻസസ് ഇന്ത്യയും ഇസ്രയേലും തമ്മിലുണ്ട്. ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇസ്ലാമിന്റെ തന്നെ ഒരു ഭാഗമായി നിൽക്കുന്ന തീവ്രവാദികളെയാണ് നമ്മൾ എതിർക്കുന്നത്, പൂർണ്ണമായിട്ട് ഇസ്ലാമിനെ അല്ല. പക്ഷെ ഇസ്രയേലിന്റെ ദുർശാഠ്യം പലപ്പോഴും അങ്ങനെ അല്ല. നമ്മളും അവരെടുക്കുന്ന നിലപാടുകൾക്കൊപ്പം നിൽക്കണം എന്ന് അവർ പലപ്പോഴും ശാഠ്യം പിടിക്കാറുണ്ട്. അവിടെയും ഫ്രാൻസ് ഡിഫറൻ്റ് ആണ്. ഫ്രാൻസിന് ഇന്ത്യയുടെ സ്വതന്ത്രമായ തീരുമാനങ്ങളെ ഫ്രാൻസ് റെസ്പെക്ട് ചെയ്യുന്നു. ഫ്രാൻസും ആഗ്രഹിക്കുന്നത് സ്വന്തം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്ന് വെച്ചാൽ ഫോറിൻ പോളിസിയുടെ കാര്യത്തിൽ വേറൊരു ഇടപെടൽ ഫ്രാൻസിനും ആഗ്രഹമില്ല. മുമ്പൊക്കെ അമേരിക്ക ഇടപെട്ടിരുന്നു. ഇന്ന് ഫ്രാൻസും ഇന്ത്യയെ പോലെ ഒരു സ്വതന്ത്ര ഫോറിൻ പോളിസി, മറ്റ് സമ്മർദ്ദങ്ങളില്ലാതെ ഒരു സ്വതന്ത്ര ഫോറിൻ പോളിസി മതി എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാനുള്ള ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഫ്രാൻസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. മറിച്ച് റഷ്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഇസ്രയേൽ ആണെങ്കിലും നമ്മൾ അവരുടെ കൂടെ നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഫ്രാൻസ് അങ്ങനെയല്ല. അവിടെയാണ് ഫ്രാൻസിനെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നിലവിൽ വ്യത്യസ്തമാക്കുന്നത്. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഇസ്രയേലും റഷ്യയും ഇന്ത്യയിൽ നിന്ന് അകന്നു പോകുമെന്നോ ഇന്ത്യക്ക് പ്രധാനമല്ലെന്നോ അല്ല, മറിച്ച് നിലവിലൊരു പുതിയ പ്ലെയർ കൂടി ഇന്ത്യയുടെ സൗഹൃദ പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ്. അതൊരു പക്ഷേ ഇസ്രയേലിനെയും റഷ്യയേക്കാൾ ഒരു പടി മുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ സാഹചര്യങ്ങളിൽ നമുക്ക് ചൈനയുമായിട്ട് പ്രശ്നമുണ്ട്, അവിടെ റഷ്യയുമായിട്ടുള്ള സൗഹൃദം കാര്യമായിട്ട് നമുക്ക് ഗുണം ചെയ്യണമെന്നില്ല. നമുക്കറിയാമല്ലോ, ഗാൽവാൻ സംഘർഷം നടന്നില്ലേ, അത് തടയാൻ റഷ്യക്ക് പറ്റുമോ? അല്ലെങ്കിൽ 62-ലെ യുദ്ധം നടന്നു, ഇന്ത്യയെ സഹായിക്കാൻ റഷ്യക്ക് പറ്റുമോ? ഇല്ല. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, മുൻപും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഇസ്രയേലിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇസ്രയേൽ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ചൈനയെ റഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെ അവർക്ക് എങ്ങനെയാണ് ഇന്ത്യയെ സഹായിക്കാൻ പറ്റുക? അവിടെ നമുക്ക് വളരെ അടുത്ത് സഹകരിക്കാൻ പറ്റുന്ന ഈ വിധത്തിൽ ഡിപ്പെൻഡൻസി ഇല്ലാത്തൊരു രാജ്യം ഫ്രാൻസ് ആണ്. ഫ്രാൻസിന് ഇന്ത്യയെ കൊണ്ട് ഗുണമുണ്ട്. അപ്പോൾ ഇന്ത്യ ഫ്രാൻസ് റിലേഷൻ നമ്മൾ ഇതുവരെ കണ്ട റഷ്യ ഇന്ത്യ റിലേഷൻ പോലെയോ ഇന്ത്യ ഇസ്രയേൽ റിലേഷൻ പോലെയോ ആയിരിക്കില്ല, കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിരിക്കും. ഇത് ചിലപ്പോൾ വേറെ ലെവലായിട്ട് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.